ഹലോ. അപ്പോൾ അടിപൊളി കുട്ടീസ് ചാനൽ അങ്ങനെ വളരെ ഹിറ്റായി പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. കുറച്ച് നാളായില്ലേ മിണ്ടിയിട്ടൊക്കെ. നമ്മുടെ ജനനായകൻ മൂവി ഫ്ലോപ്പ് പിക്ചറാണ്. പിന്നെ ടിക്കറ്റ് എടുക്കുന്നത് വേസ്റ്റാണ്, തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാരൊന്നുമില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഈ ആഴ്ചയിൽ. എനിക്ക് ഇത്ര പറയാനുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചയിൽ പിക്ചർ ചിലപ്പോൾ ഫ്ലോപ്പായിരിക്കാം, ടിക്കറ്റ് എടുക്കുന്ന പൈസ വേസ്റ്റ് ആയിരിക്കാം, തിയേറ്ററിൽ ആൾക്കാരില്ല അങ്ങനെ ഒരു ന്യൂസ് നിങ്ങളുടെ ചെവിയിൽ എത്തിയിട്ടുണ്ടാവും, അങ്ങനെ പലതും എത്തിയിട്ടുണ്ടാവും. അതായിക്കോട്ടെ, അത് ഒരു സൈഡിൽ കൂടെ പോയിക്കോട്ടെ. പക്ഷെ നമ്മളായിട്ട് ഒരാളുടെ കഴിവ്, ഒരാളുടെ ഹാർഡ് വർക്ക്, ഒരാളുടെ ഒരു അച്ചീവ്മെൻറ്റ് നമ്മളായിട്ട് നശിപ്പിക്കരുത്. ഓക്കെ, ആളുടെ അവസാനത്തെ ഒരു പിക്ചറാണ്, നമ്മുടെ വിജയ് സാറിൻ്റെ ലാസ്റ്റ് ഒരു മൂവിയാണ് ഈ പറഞ്ഞ ജനനായകൻ മൂവി. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു മൂവി ആണെന്ന് പറയാനുള്ള മനസ്സെങ്കിലും നമ്മൾ ഓരോ ആൾക്കാർക്ക് ഉണ്ടാവണം. ഓക്കെ, കാരണം നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, വെറുതെ സീറ്റിലിരുന്ന് കാണല്ലാണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും നേടാനൊന്നും പറ്റില്ല. ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആൾ ചെയ്യണ പോലെ. അത് കണ്ടിരിക്കാല്ലാണ്ട് നെഗറ്റീവ് കമൻ്റ് അടിക്കാല്ലാണ്ട് അതിൽ സൈഡ് പോലും പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ വിജയ് സാറ് നമ്മളുടെ ഒരു പിക്ചർ അവസാനമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് നമ്മൾ കാണിക്കണം, തീർച്ചയായിട്ടും കാണിക്കണം. കാരണം ആളൊരു നമ്മളുടെ ആക്ടർ മാത്രമല്ല, ആളൊരു സിനിമ നടൻ മാത്രമല്ല, ഇപ്പോൾ ഒരു CM കൂടിയാണ്, തമിഴ്നാട് സ്റ്റേറ്റിയുടെ CM കൂടിയാണ്. CM അല്ല, നമ്മളുടെ ഭാവിയിലാവാൻ പോകുന്ന ഒരു PM ആണ്. ഓക്കെ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിജയ് സാറ് തന്നെ ആയിരിക്കും, അത് ഉറപ്പിച്ചോ. കാരണം നമ്മൾ ഓരോരോ ലീഡേഴ്സ് ഇത്ര നാൾ കണ്ടത് അവരൊരു ലീഡറായി വോട്ട് ചെയ്തിട്ട് അവരൊരു ലീഡറായി മാറുന്നു എന്നാണ് നമ്മൾ കണ്ട് കാര്യങ്ങൾ, കേട്ട് കാര്യങ്ങൾ. പക്ഷേ ഇവിടെ നമ്മുടെ വിജയ് സാറുണ്ടല്ലോ, ആളൊട്ടിക്ക് ഒരു ലീഡറല്ല. ആള് നമുക്ക് തന്നൊരു മെസ്സേജ് എന്തിട്ടാണെന്നറിയോ, നമ്മൾ ഓരോ പേര്, അതായത് സ്കൂളിൽ പഠിക്കുന്ന ഓരോരോ കുട്ടി, കോളേജും യൂത്തിലിരിക്കുന്ന ഓരോരോ എന്താ പറയുക മലയാളത്തിൽ യുവാവ്, ഓക്കെ, അതുപോലെ തന്നെ പെണ്ണുങ്ങൾ, സ്ത്രീകൾ, അമ്മമാർ, ഇവരൊക്കെ ലീഡേഴ്സാണെന്ന് മെസ്സേജാണ് നമ്മളുടെ ഈ വിജയ് സാർ പുള്ളിക്കാരനല്ല കേട്ടോ, പുലി നമുക്ക് മെസ്സേജ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ലീഡറായിട്ടായിരിക്കണം പെരുമാറാൻ, അല്ലാണ്ട് നമ്മൾ ലീഡർ എന്താ ചെയ്യുന്നത് TV ന്യൂസിൽ കണ്ടിരിക്കാനല്ല പറയാനാണ്. ഓക്കെ, ഇപ്പോൾ ഏതോ ഒരു ഷോട്ടിൽ ഞാൻ കണ്ട് ആൾ പറയാണ്, നമ്മൾ ഈ യൂട്യൂബിൽ റീൽസൊക്കെ ബാൻ ചെയ്യുന്നു തമിഴ്നാട്ടിൽ. ആൾ പറയാണ്, കാരണം ആളുടെ ഇൻറ്റൻഷൻ എന്തിട്ടാണെന്നറിയാം, യൂട്യൂബിൽ ഒരുപാട് ടാലൻ്റായ ആൾക്കാരാണ് ഈ യൂട്യൂബ് കൊണ്ട് നടക്കുന്നത്. അതായത് അവർക്കുള്ള സ്കില്ല്, കഴിവുകളൊക്കെ അവർ യൂട്യൂബിൽ കാണിച്ചു കൊടുത്ത് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു തരമുള്ള ഹീറോയിസം തന്നെയാണ്. ഈ യൂട്യൂബിൽ ഓരോരോ സ്കില്ല് കാണിക്കുന്ന പറഞ്ഞാൽ ഒരു ഹീറോയിസം തന്നെയാണ്. പക്ഷെ അത് യൂട്യൂബ് വരെ മാത്രമാവാണ്ട് ശരിക്കും ലൈഫിൽ ഒരു റിയൽ ഹീറോസായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിജയ് സാർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളെ പോലത്തെ യൂട്യൂബേഴ്സിന് ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസം ആൾക്കുണ്ട്. ഓക്കെ, ഇപ്പോൾ എത്ര കാര്യങ്ങളാണ് ഈ യൂട്യൂബ് ഉണ്ടായ ശേഷം പുറത്തേക്ക് പറഞ്ഞത്. അതായത് എന്തൊക്കെ എവിടെ നടക്കുന്നു, എല്ലാ കാര്യങ്ങളും ഈ യൂട്യൂബ് ത്രൂ ആണ് നമുക്കത് മനസ്സിലാവണേ, എങ്ങനെ സംഭവിച്ചു, എങ്ങനെ ഉണ്ടായി അല്ലേ. അപ്പോൾ അത്രയ്ക്ക് ഒരു ഇൻഫ്ലുവൻസ്, ഒരു പവർ ഈ യൂട്യൂബിനുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ യൂട്യൂബേഴ്സൊക്കെ ഒരു റിയൽ ഹീറോസ് തന്നെയാണ്.
അവരെ കൊണ്ട് തീർച്ചയായിട്ടും വിജയ് സാറിന് ഒരു നേട്ടം ഉണ്ടാവും. അതാണ് ആൾ പറയണത്. റീൽസ് ഒന്ന് ചെയ്ത് സമയം കളയാണ്ട് ശരിക്കും റിയൽ ലൈഫിൽ ഇറങ്ങിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കണം. ഓക്കെ, മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് ആൾ തരുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ആൾ നല്ല രീതിയിലൊന്ന് സ്റ്റഡി ചെയ്യണം. ഓക്കെ, അപ്പോൾ ആളുടെ ഞാനിപ്പോൾ ഈ ജനനായകൻ പിക്ചർ കാണാനായിട്ട് പോയപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാലോ, ഞാൻ വളരെ തളർന്ന് ഒരു വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഉറങ്ങി ചുരുണ്ടിയൊക്കെ ഇരിക്കുന്ന ഒരു മോഡലായിരുന്നു ഞാൻ. ഓക്കെ, പെട്ടെന്ന് എനിക്കൊരു എന്താ പറയുക, ഈ സ്ക്രോളിൽ ഇതേന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നു ജനനായകൻ്റെ ആക്ഷൻ ത്രില്ലർ ഒക്കെ ക്ലിപ്പിങ്സ് കാണുമ്പോൾ നമ്മുടെ ഈ എന്താ പറയുക, എന്തിട്ട് മലയാളത്തിൽ പറയും, റൊമാൻസ് എന്തിട്ടൊക്കെ ഒന്ന് പറയില്ലേ, ഇങ്ങനെ എന്തെങ്കിലും എന്താവില്ലേ, ഒരു വൈബ്രേഷൻ ആവില്ലേ, ഒരു ത്രില്ല് കയറില്ലേ, ഒരു എനർജി ലെവൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു എനർജി ലെവലിൽ എനിക്ക് ഫീൽ ഉണ്ടായി. ഉണ്ടായ നിമിഷം തന്നെ നമ്മുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഈ പിക്ചർ കാണണമെന്ന്, പോയേ പറ്റൂ, തീർച്ചയായും പോയേ പറ്റൂ. പിന്നെ ഈ കൊള്ളത്തിൽ വേറെ പിക്ചർ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ വിജയ് സാറുടെ അവസാനം പിക്ചർ നമ്മൾ കണ്ടേ പറ്റൂ എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടികൾ അങ്ങനെയോ ഫാമിലി പാക്കേജ് നമ്മളെ രാംദാസ് തിയേറ്റർ തൃശ്ശൂരിൽ പോയി. നമ്മളത് കാണാൻ പോയി. അവിടെ ആ സീറ്റിലിരുന്നു കാണാനായിട്ട് അവർ പോപ്കോണിൻ്റെ പാക്കറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ അവിടെ ഇരുന്നു. അതിനൊക്കെ നമ്മുടെ ഹസ്ബൻഡ് ഭയങ്കര ബെസ്റ്റാണ്. ഓക്കെ, അങ്ങനെ ഇരുന്ന് നമ്മൾ പിക്ചർ കാണാൻ തുടങ്ങിയപ്പോൾ അതേ വരുന്നു നമ്മുടെ പുലി ടൈഗർ വിജയ് സാറ്. തുടക്കം തൊട്ട് അവസാനം വരെ ആ പിക്ചർ സൂപ്പറാണ്. കുട്ടികളെ ഉറപ്പായിട്ട് കൊണ്ടുപോകണം, ഭയങ്കര ഇൻട്രസ്റ്റാണ്. നിങ്ങൾ കാണും നമ്മുടെ വിജയ് തലപതി സാറുടെ ഒപ്പം ആ പിക്ചറിൽ ഒരു കുട്ടീനെ കാണാം. ഓക്കെ, ആ കുട്ടിയുടെ പേരാണ് വിജയ് വെച്ചിരിക്കുന്നത്. ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയാണ് ആ കുട്ടീനെ വളർത്തി ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി. ആ കുട്ടിയുടെ ഉണ്ടാവുന്ന ഒരു പേടി അല്ലെങ്കിൽ എന്താ പറയുക, സൈക്കോളജിക്കൽ പ്രോബ്ലം ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി വരുമ്പോൾ ശ്വാസം എടുക്കുക, ഫിയർ, അങ്ങനെയൊക്കെ എന്തോ ഒരു അസുഖം ആ കുട്ടിക്ക് ഉണ്ട്. അസുഖം ഉള്ള കുട്ടിയായിരുന്നില്ല, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിപ്പോൾ അങ്ങനെ വന്നു പെട്ടതാണ്. ആ ഫിയർ എങ്ങനെ ഓവർകം ചെയ്യണം, കോൺഫിഡൻസ്, ഇതൊക്കെയുള്ള കുറേ മെസ്സേജുകൾ നമുക്ക് നമ്മുടെ വിജയ് സാറ് പറയുന്നുണ്ട്. അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഫിയർസ് ഉണ്ട്, പേടിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓരോരോ കുറവുകളുണ്ട്, അസുഖങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ഇത് ഓവർകം ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് എങ്ങനെ പോകണം, മറ്റാൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണം അല്ലേ. നമുക്ക് വേണ്ടി മറക്കരുത്, അത് ഞാൻ പറയുന്നില്ല, നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ പാടില്ലെന്നല്ല. നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, അത് നമ്മുടെ വീട്ടിലത്തെ ആൾക്കാർ, കുടുംബം കഴിഞ്ഞിട്ട് നമ്മൾ മറ്റാൾക്കാർക്ക് വേണ്ടിയിട്ടും സമയം ചിലവാക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു മെസ്സേജാണ് നമ്മുടെ വിജയ് സാറ് തരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി നമുക്ക് അതിൽ മെസ്സേജ് കിട്ടും. പിന്നെ നമ്മളുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടാവുന്ന ഇപ്പം എനിക്ക് തോന്നുന്നത് റേപ്പ് കേസ് കുറേ കൂടി വരാണ്. അതായത് 3 വയസ്സ് 4 വയസ്സൊക്കെ തൊട്ട് പാറ്റേൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കൂടി വരാണ്. ഇതിപ്പോൾ ചോക്ലേറ്റ് കൊടുക്കുന്നു കുട്ടീനെ, അങ്ങനെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, അതായത് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പെൺകുട്ടികളല്ല, ഇപ്പോഴത്തെ കാര്യം ആൺകുട്ടികളും നമ്മൾ ഒന്ന് നോക്കേണ്ടി വരും. കാരണം ഇപ്പോൾ മനുഷ്യന്മാർ അല്ല, ഒരു ജന്തുക്കളെ അല്ലെങ്കിൽ ഒരു മനുഷ്യജീവിയല്ല, മനുഷ്യൻ്റെ പോലെ രൂപം മാത്രമേ ഉള്ളൂ, ഉള്ളിലൊക്കെ പിശാചാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചുണ്ട്, നമ്മുടെ ചെസ്റ്റ് ഏരിയ, നമ്മുടെ പ്രൈവറ്റ് പാർട്സ്, നമ്മുടെ ബൊട്ടോക്സ്, അതായത് നമ്മുടെ ബാക്ക്, ഇതൊന്നും ആർക്കും തൊടാൻ കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മളുടെ പെൺമക്കളെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന മെസ്സേജാണ് നമുക്ക് ആ പിക്ചറിൽ വിജയ് സാർ പറഞ്ഞു തരുന്നത്. ഓക്കെ,
അപ്പം നമ്മൾ ഒരു നിമിഷം കണ്ണടച്ച് നോക്കുക, ഇതുപോലത്തെ ജന്തുക്കൾ നമ്മുടെ അടുത്തേക്ക് ഉണ്ടോ, ഇതുപോലത്തെ ജന്തുക്കൾ നമ്മൾ തൊട്ട് ഒരു അനുഭവം നമുക്കുണ്ടോ, ചെറുപ്പത്തിലോ കുട്ടിക്കാലത്തോ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ആ വക ജന്തുക്കളെ നമ്മൾ ഒന്ന് നൈസായിട്ട് ഡിസ്റ്റൻസായിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മളുടെ മക്കളോട് പറഞ്ഞു വയ്ക്കുക, ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അത് അമ്മേനെ, അതായത് നമ്മളുടെ അമ്മേനെ, നമ്മളെ പ്രസവിച്ച് നമ്മുടെ അമ്മയോട് പറയണം. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒരു നോട്ടം വെച്ച് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ എൻ്റെ കൈ എന്നെ തൊട്ടു എന്നുള്ള കാര്യം നമ്മളുടെ അമ്മേനെ പറയണം. ആ ഒരു കാര്യമാണ് നമ്മുടെ വിജയ് സാറ് നമ്മളോട് പറയുന്നത്. പിക്ചറിൽ ക്ലിയർ ഇൻഫർമേഷനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം, ഫേസ് ചെയ്യണം, മുമ്പോട്ട് എങ്ങനെ പോകണം എന്ന കാര്യങ്ങളാണ് മെസ്സേജായിട്ട് തരണത്. അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത് ഒരു ലീഡറാക്കി കാര്യം കഴിഞ്ഞതല്ല. നമ്മൾ ഓരോ പേരും ലീഡറായിട്ടായിരിക്കണം ജീവിക്കണ്ടേ, അല്ലാണ്ട് ആളുടെ ഡ്യൂട്ടി ചെയ്തോളന്നല്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ അതിൻ്റെ അവസാനം ഭാഗം കാണിക്കുന്നത് ഈ ജാതി, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യന് അല്ല നടക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ നമ്മളുടെ ഒരു സൈഡ് ഫുള്ള് ക്രിസ്ത്യാനിയാക്കുക, അല്ലെങ്കിൽ ഒരു സൈഡ് ഫുൾ മുസ്ലിം ആക്കുക, ഹിന്ദു ആക്കുക, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ, ചില്ലറ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ആവാണ്ട് എല്ലാവരും ഒരേപോലെ ആവണം. ആ ഒരു മെസ്സേജാണ് നമ്മുടെ വിജയ് സാറ് തരുന്നത്. നമ്മൾ ഒരേ സ്ട്രെങ്ത്താണ്, ഒരേ യൂണിറ്റി ആയിട്ട് ഓർമ്മയോട് വേണം നിൽക്കാൻ, അങ്ങനെയാണ് പറഞ്ഞത്. കാരണം ഇനി അങ്ങോട്ട് ചിലപ്പോൾ പുറത്ത് ഇല്ല നാട്ടിലത്തെ പുറമേയുള്ള ആൾക്കാർ, പാകിസ്ഥാൻ ബോർഡർ ആയിക്കോട്ടെ, സിക്കിം ആയിക്കോട്ടെ, എവിടെ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവരൊക്കെ നമ്മൾ തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഇവരെന്നൊക്കെ നേരിടാനായിട്ട് നമ്മുടെ വിജയ് സാർ പോലത്തെ ഒക്കെ ലീഡേഴ്സ്മാരും ഒക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ആർമി, മിലിറ്ററി ഒക്കെ ഉണ്ടാവും. നമുക്കും തിട്ടപ്പാണ്. നമ്മൾ വെറുതെ കഴിച്ച് കണ്ട് ടി വി ചാനൽ, ന്യൂസ് ചാനൽ കണ്ടിരിക്കുന്ന ആൾക്കാരാണോ, ആയി മാറാനാണോ തീരുമാനിക്കുന്നത്? അല്ല, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞോ, നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ഓരോ പേര് ഒരു ലീഡറായിട്ട് വേണം ജീവിക്കാനും, ഒരു ലീഡർ സംസാരിക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ സംസാരിക്കാനും പെരുമാറാനും നമ്മുടെ സൊസൈറ്റിയിൽ. ഓക്കെ, അപ്പോൾ ഈ വലിയ ക്രിമിനൽസ്, അതായത് ആ പിക്ചറിൻ്റെ അവസാന ഭാഗം കാണിക്കാൻ ഈ വലിയ ക്രിമിനൽസൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അതിന് നേരിടാൻ നമ്മുടെ എപ്പോഴും PM പറഞ്ഞ വിജയ് സാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ, അല്ലാണ്ട് നമുക്ക് പിന്നെ വേറെ ഇത് ഇങ്ങനെ കാഴ്ച കണ്ടിരിക്കാൻ പാടില്ല ഗാലറിയിലും, അല്ലേ? നമ്മളൊക്കെ യൂത്തുമാർ, പെണ്ണുങ്ങളും അത്യാവശ്യമൊക്കെ സ്ട്രെങ്ത് ഉണ്ട്. ഒരു കുട്ടീനെ പ്രസവിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്കും ചെയ്യാം. ഓക്കെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളും ഇറങ്ങണം. ഇങ്ങനെ നല്ല പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മളും തീർച്ചയായിട്ടും ഇറങ്ങണം. ഇപ്പോഴത്തെ ഇങ്ങനെയൊക്കെയുള്ള നല്ല മെസ്സേജുകളാണ് നമ്മുടെ ഈ പിക്ചറിൽ കാണാനുള്ളത്. അത് തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഫാമിലിയുടെ ഒപ്പം കുട്ടികളോടൊപ്പം പോയി കാണണം. ഓക്കെ, എന്നിട്ട് അതിൽ നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അത് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഓക്കെ, അല്ലാണ്ട് അത് കണ്ട കാര്യം അവിടെ മറക്കല്ല. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വിജയ് സാറുടെ പിക്ചറൊക്കെ കണ്ടോളാം. ഇവിടെ അവസാനിപ്പിക്കുന്നില്ല, ഇനി അങ്ങോട്ടും പറയുന്നുണ്ട്, ഒന്ന് കേട്ടോളാം. അതെ, വേറെ ചില കാര്യങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ചെറുക്കന്മാരും പെണ്ണുങ്ങളും കല്യാണം കഴിക്കാനായിട്ട് പേടിക്കാണ്. ഞാൻ കല്യാണം കഴിക്കില്ല. കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ചിന്തിക്കുകയാണ്. കല്യാണം കഴിക്കണോ, ഇനിയിപ്പോൾ ഇന്നാൾ കെട്ടി കഴിഞ്ഞാൽ അത് പുളവാൾ കേസാവോ പിന്നീട് എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ മിക്ക പെണ്ണുങ്ങളും. കല്യാണം വേണ്ട, നമുക്ക് ഇനിയും പഠിക്കണം മുമ്പോട്ട്, അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞാൽ ഒരു ജോലി നമുക്ക് എബ്രോഡിൽ അങ്ങോട്ടാണ് എൻ്റെ ഒരു ഗോള്, ഡ്രീം, ടാർഗറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞിട്ട് കല്യാണം ഒക്കെ നമ്മൾ അവോയ്ഡ് അല്ലെങ്കിൽ ദൂരെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളിൽ ആണ് പോക്ക്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞാൽ 20, 25 കല്യാണം കഴിച്ചില്ലേ.
അങ്ങനെയുള്ളൊരു ചിന്തയിലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ 28, 30, 35 ആയാലും കല്യാണം വേണോ, ഈ കല്യാണം കഴിച്ചിട്ടില്ല സമാധാനം പോകുമോ എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോഴത്തെ യുവാവ് അല്ലെങ്കിൽ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ കണക്കിന് ഒക്കെ പേടിച്ച് വിറച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം അതുപോലത്തെ ഒക്കെ വാർത്തകളാണ് കേൾക്കാൻ കിട്ടുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കേട്ട പോലെ തന്നെ ഈ ഒരു പെണ്ണ് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൾ ഫേസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ് അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ വാർത്തയിൽ കേൾക്കാറുള്ളത്. ഡൊമസ്റ്റിക് വയലൻസ്, ഫിസിക്കൽ, മെൻ്റൽ അബ്യൂസ്മെൻറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ എൻ്റെ ഒരു സ്റ്റഡി വെച്ച് നമ്മൾ, അതായത് ഈ ന്യൂസ് ചാനലൊക്കെ കാണുമ്പോൾ ഈ ഒരു നമ്മുടെ 2025 കുറേ കാര്യങ്ങൾ പല സ്ഥലത്തും നടന്നുണ്ട്, പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, സ്റ്റഡി ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെണ്ണ് തന്നെയാണ് ഒരു പെണ്ണിൻ്റെ ശത്രു. പിടികിട്ടിയ ഒരു പെണ്ണിൻ്റെ ശത്രു തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ കാരണം. സിമ്പിൾ. ഇവരെന്നെ ഒന്ന് ഒതുക്കിയാൽ മതി. നമ്മളിപ്പോൾ നമ്മുടെ വിജയ് സാറുടെ പിക്ചറിൽ കണ്ട പോലെ വലിയ വലിയ ക്രിമിനൽസിന് ഒതുക്കിക്കോളും, ആളുടെ പോലത്തെ ലീഡേഴ്സ് ഒതുക്കിക്കോളും. പക്ഷേ ഇതുപോലത്തെ തനി നത്തോലി ക്രിമിനൽസൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ, ഓരോരോ വീട്ടിലുണ്ട്. നത്തോലിയാണോ പറയേണ്ടത്, കച്ചറകളാണോ പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷേ ഉണ്ട് ഇതുപോലത്തെ. ഇവരും ക്രിമിനൽസ് തന്നെയാണ്. ഇപ്പോൾ എങ്ങനെയെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെൺകുട്ടി സൂസൈഡ് ചെയ്യും. അതിൻ്റെ റീസൺ ചിലപ്പോൾ അമ്മായിമ്മ ആയിരിക്കാം, അമ്മായിപ്പൻ്റെ ആയിരിക്കാം, ഭർത്താവിടെ ഒരു ഇഷ്യൂ ആയിരിക്കാം. അപ്പോൾ ഒരു പെൺകുട്ടി സൂസൈഡ് ചെയ്യുമോ, അത് കാരണം എന്താണ്? കാരണം ഇതന്നെ ഡൊമസ്റ്റിക് വയലൻസ്. അപ്പോൾ ഇതും ഒരു ചെറിയ ഈ പറഞ്ഞ വയലൻസ് ചെയ്യുന്ന ആൾക്കാരും ഈ പറഞ്ഞ ക്രിമിനൽസിൽ പെടും. നത്തോലി ക്രിമിനൽസ് ഇവരൊക്കെ ഒന്ന് പറയാം. വലിയ ക്രിമിനലല്ല, നത്തോലി ക്രിമിനൽസ്. ഓക്കെ. അപ്പോൾ ഈ നത്തോലി ക്രിമിനൽസിനോട് നമ്മൾ പേടിച്ച് കല്യാണം കഴിക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരെന്നെ നേരിടണം. ഈ പറഞ്ഞ വനിത കമ്മീഷനും പിന്നെ എന്തൊക്കെ കമ്മീഷന്മാരാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല. ഇത് ഒരു കാര്യത്തിന് കൊള്ളുമെന്ന് അറിയില്ല. പക്ഷേ ഇവർ ഒന്ന് പുറത്തിറങ്ങി ശരിക്കും പണിയെടുത്താൽ തീർന്ന പ്രശ്നമുള്ളൂ. അതായിപ്പോൾ നമുക്കിപ്പോൾ പെണ്ണുങ്ങൾക്ക് അമ്മായിമ്മയുടെ ഒരു എന്താ പറയുക, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പെണ്ണിൻ്റെ ശത്രുവാണെന്ന് പറഞ്ഞ ഒരു ചൊല്ല് ഞാൻ ഇപ്പോൾ പറഞ്ഞു. പെണ്ണുങ്ങളുടെ ശത്രുവാണ്. ഒരു പെണ്ണും മറ്റൊരു പെണ്ണിൻ്റെ ശത്രുവാണ്. പാറ വയ്ക്കണപ്പോൾ പണിയുണ്ട്, അത് തീർത്തിയാൽ മതി. ഇപ്പോൾ അമ്മായിമ്മ പോരാട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് ഈ വനിതാ കമ്മീഷനിൽ ചില ടീമുകൾ ഇറങ്ങാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്താ പറയുക, ഇതുപോലത്തെ അമ്മായിമ്മ പോരാട്ടം ചെയ്യുന്ന ആൾക്കാരനെ റോഡിൽ വെച്ച് ചന്തിക്ക് 2 എണ്ണം കൊടുക്കുക, വടിയുണ്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് കൊടുക്കുക. പിന്നെ മേലാൽ ഈ അമ്മായിമ്മ പോരാട്ടം ഒന്നും ചെയ്യില്ല, അമ്മായിപ്പൻ പോരാട്ടവും ചെയ്യില്ല, ചന്തിക്ക് അടക്കം കൊടുക്കുക. അതിന് ഞാനിവിടെ പെണ്ണിൻ്റെ ശത്രു മാത്രം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആണുങ്ങളുടെ കുറിച്ച് ഞാനൊന്നും പറയില്ല. പെണ്ണ് നേരായ ഒരു വീട് സ്വർഗമായി മാറി. ശരിയാണ്. അതായത് ഒരു നേരായി കഴിഞ്ഞാൽ, ഒരു പെണ്ണ് നല്ല രീതിയിൽ ഒരു വീടിനെ പോവുകയാണെങ്കിൽ പിന്നെ ആ വീട് സ്വർഗ്ഗമാണ്. പിന്നെ ഒരാൾക്ക് സൂസൈഡ് ചെയ്യേണ്ട, ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പേടിക്കേണ്ട, ഒരാൾക്ക് വേറെ വീടായിട്ട് സെപ്പറേറ്റ് ആവേണ്ട ആവശ്യമില്ല, സുഖമായിട്ട് ജീവിക്കുക. പക്ഷെ പെണ്ണിൻ്റെ തന്നെ ശത്രു എന്ന് പറഞ്ഞൊരു ചൊല്ല് ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ ഇതന്നെ ഇങ്ങനെ ഒരു ആദ്യം പെണ്ണുങ്ങളൊന്ന് ശരിയാക്കുക നൈസായിട്ട്. ആണുങ്ങൾ പച്ചപ്പാവുകളാണ്. ഇപ്പോൾ ആണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആണുങ്ങൾ കൈതകളുടെ പോലെ പണിയെടുത്ത് വീട്ടിലേക്ക് വരും, ചില ആണുങ്ങൾ കുതിരകളുടെ പോലെ പണിയെടുത്ത് വരും. അതായത് മല ചുമക്കുന്ന പണിയും ചില ആണുങ്ങൾ ചെയ്യും, ചില ആണുങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യും. അതാണ് ഞാൻ കുതിരയുടെ പോലെ പണിയെടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പണിയെടുത്ത് പറഞ്ഞ ഈ ഒരു മനുഷ്യജീവിയാണ് ഈ നമ്മളുടെ ആണുങ്ങൾ.
അവർക്കൊന്നുമില്ല. അവർക്ക് പണിയെടുക്കണു, നമ്മുടെ ആവശ്യങ്ങളൊക്കെ കംപ്ലീറ്റ് അതിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നു. പാവങ്ങളാണ്, പച്ചപ്പാവങ്ങൾ. പക്ഷേ അവരുടെ തല തീർപ്പിക്കണം നമ്മൾ വീട്ടിലത്തെ പെണ്ണുങ്ങൾ തന്നെയാണ്. അതായത് തുടക്കം നമുക്ക് അമ്മായിമ്മ എന്ന് പറയാം, അവസാനം നമുക്ക് ഭാര്യനെ എത്തുകയും ചെയ്യാം. അപ്പോൾ അമ്മായിമ്മ ഒരു പ്രശ്നമാണെങ്കിൽ ഇതുപോലത്തെ വനിതാ കമ്മീഷന്മാർ വന്നിട്ട് കേസും വക്കാലത്തും ഒന്നും എടുക്കാണ്ട് റോഡിലേക്ക് ഇറങ്ങിയിട്ട് ചന്തിക്ക് 2 അടി കൊടുക്കുക. അവിടെ തീർന്ന പ്രശ്നമുള്ളൂ. പിന്നെ ഒരാളും ഒരു മദറിൻലോമാർ ഈ പറഞ്ഞ വേഷക്കെട്ടുകൾ എടുക്കില്ല. ഓക്കെ, ഗജനിയായി മാറും. ഗജനി അതായത് സീരിയലിൽ കണ്ടത് സീരിയലിൽ വെച്ച് കഴിഞ്ഞു. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് അതൊന്നും മെക്കെട്ട് കയറ്റില്ല, എല്ലാവരുടെ മെക്കെട്ട് കയറില്ല, ഇതവിടെ തീർന്നു. ഇത്രയല്ലോ. പക്ഷേ ചന്തിക്ക് 2 അടി കൊടുക്കേണ്ടവർക്ക് ആവശ്യമുണ്ട് ഇതുപോലത്തെ അമ്മായിമാർക്ക്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ പെണ്ണയുടെ ശത്രുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ പറഞ്ഞത് ഈ ചില പെണ്ണുങ്ങൾക്കൊരു സൂക്കേടുണ്ട്. ലവ് ഏരിയ പറഞ്ഞിട്ടൊരു സൂക്കേടുണ്ട്. അതായത് വല്ലവരുടെ ഭർത്താക്കന്മാരുടെ നോട്ടം വയ്ക്കുക, അല്ലെങ്കിൽ വല്ലവരുടെ ഭർത്താക്കന്മാരുടെ അവരുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ആ കാശുകൊണ്ട് സുഖമായിട്ട് മേക്കപ്പ് സെറ്റും കാര്യങ്ങളും ഫോൺ റീചാർജും പോക്കറ്റ് മണി, മാസം പോക്കറ്റ് മണി 3000 രൂപ അങ്ങനെയൊക്കെ വല്ലവരുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് മേടിച്ച് സുഖമായിട്ട് നമ്മുടെ സൈഡ് ചിലവുകൾ നടത്തി കൊണ്ടുപോകുന്ന ചില പെണ്ണുകളുണ്ട്. അവരെ പേടിച്ചിട്ട് എന്തോരം പെണ്ണുങ്ങളാണ് ഭർത്താക്കന്മാരനെ ഉപേക്ഷിച്ചിട്ട് പോണത്. എന്തിന്? നമ്മളുടെ ഭർത്താവ് പച്ചപ്പാവാണെന്ന്. നമ്മളുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയിലുള്ള ആണുങ്ങളൊക്കെ പാവങ്ങളാണ്. അവരെ കൊണ്ട് ഒരു ശല്യമില്ല. പെണ്ണുങ്ങൾ ശരിയാക്കണം. ഓക്കെ, ഇതുപോലത്തെ സൂക്കേടുള്ള പെണ്ണുങ്ങൾ തന്നെ ശരിയാക്കണം. ഇവർക്ക് എന്താ ചെയ്യുന്നത്? ഇവർക്ക് ചന്തിക്കല്ല അടി കൊടുക്കണ്ടേ, ഇവരുടെ തല മൊട്ടടിക്കുക. ഓക്കെ, ഈ തല മൊട്ടടിക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച്, റോഡിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തല മൊട്ടടിച്ചിട്ട് ഇവരൊന്ന് നടക്കട്ടെ അങ്ങനെ. അപ്പോൾ ഈ മൊട്ട അടച്ച പെണ്ണ് ഇവള് എല്ലാവരുടെ ഭർത്താവിനെ അല്ലെങ്കിൽ എല്ലാവരുടെ അമ്മമാരെ പ്രസവിച്ച ആണുങ്ങളെന്നെ കെണിയേനി പോയ ടീമാണെന്നൊരു ടാഗ് വയ്ക്കും. അപ്പോൾ തീർന്ന പ്രശ്നമുള്ളൂ. പിന്നെ വേറൊരു പെണ്ണുകളും വല്ലവരുടെ ഭർത്താക്കന്മാരുടെ ചെലവമ്മയോ വല്ലവരുടെ ഭർത്താക്കന്മാരെ സ്നേഹിക്കാനോ ഒന്നും പോവില്ല. ഈ പറഞ്ഞ ആണുങ്ങൾക്കും ഈ തലമൊട്ട തളിച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാനേ നേരല്ലോ. ചിരിച്ച് മൂത്രം ഒഴിക്കാനും മുട്ടുള്ളൂ, അല്ലാണ്ട് മറ്റേതൊന്നും മുട്ടില്ല അല്ലേ? ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഈ 2 പെണ്ണ് വർഗത്തിനെ ശരിയാക്കി കഴിഞ്ഞാൽ, ഒന്ന് അമ്മായിമ്മ, രണ്ടാമത്തത് ഈ പറഞ്ഞ പെണ്ണുകൾ, സൂക്കേടുള്ള പെണ്ണുകൾ. ആണുങ്ങളെന്നെ സോപ്പിടുക, ആണുങ്ങളെന്നെ വളിക്കുക. ഈ പറഞ്ഞ പെണ്ണുങ്ങളൊന്ന് തല മൊട്ട അടിക്കുക എല്ലാവരുടെ മുമ്പിൽ വെച്ച്. പിന്നെ ഒന്ന് നോക്കിയേ, ഒരു വീട്ടിൽ ഒരു പെണ്ണ് സൂസൈഡ് ചെയ്യില്ല, ഒരു വീട്ടിൽ ഒരു ഡൈവേഴ്സ് കേസ് ഉണ്ടാവില്ല, ഒരു ചൊക്കുണ്ടാവില്ല. എത്ര ചെയ്താൽ മതി, മനസ്സിലായ? ഇത്ര ഉള്ളൂ ആവശ്യം. ഇത് നന്നായ രീതി. അത് പിന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇതിൻ്റെ ഒരു കുറവുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല പഠിപ്പ് കൊടുക്കണം. എന്ത് കാര്യം എപ്പോൾ ചെയ്യണം അതിനുള്ള തിരിച്ചറിവ് ഉണ്ടാവാനായിട്ട് അവർക്ക് വല്ല പഠിപ്പ് കൊടുക്കണം. അതായത് നല്ല സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ നല്ലൊരു ഡിഗ്രി അങ്ങനെയൊക്കെയുള്ള പഠിക്കട്ടെ. അവർ പഠിക്കുമ്പോഴാണ് അവർക്ക് ഈ തല വറക്കാവുള്ളൂ. എങ്ങനെയാണ് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഫാമിലി സമാധാനത്തോടെ കൊണ്ടുപോകണ്ടേ. ഈ ഒരു വീട്ടിൽ ഈഗോയിസം, ഒരു സൊസൈറ്റിയിൽ ഈഗോയിസം പാടില്ല. ആ ഒരു രീതിയിൽ കുശുമ്പ്, വെറുപ്പ്, പക, മറ്റു പെണ്ണിനൊരു പാറായിട്ടുള്ള നമ്മൾ ആവാൻ പാടില്ല. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് എഡ്യൂക്കേഷൻ ഈസ് എ പവർഫുൾ വെപ്പൺ എന്നൊരു ചൊല്ലുണ്ട് പുസ്തകത്തിൽ. അപ്പോൾ നമ്മുടെ പെൺമക്കളെ നമ്മൾ പഠിപ്പിക്കണം. എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കാറില്ലേ, പേടിച്ച് വിറച്ചൊന്നും ഇരിക്കണ്ട. ഓർത്തിയും ഒന്നും ചെയ്യാൻ പോകില്ല. നിങ്ങൾ ഈ ഡൈവേഴ്സ് ചെയ്തിട്ട് കേസ് ഫയൽ ചെയ്തിട്ട് ഒന്നും പിന്നെ നടക്കണ്ട. ആ ഓർത്തീനെ ഏതെങ്കിലും ഓർത്തി ഇങ്ങനെയൊക്കെ ശല്യം ചെയ്യാൻ തല മൊട്ടടിച്ച് ഒന്ന് ചെയ്ത് നോക്കിയാൽ വേറെ ഓർത്തിയും അങ്ങനെ ഇറങ്ങില്ല.
നമ്മുടെ ആനകളൊക്കെ കറക്റ്റായിട്ട് നടക്കും, ഭയങ്കര ഡീസൻ്റുള്ള ആനകളാണ് അല്ലേ? അപ്പം എന്തായി, ഒരു പെണ്ണുടെ ശത്രുവാണെന്നുള്ള കാര്യം മനസ്സിലായ? അപ്പോൾ പെണ്ണുകൾ ശരിയാക്കി കഴിഞ്ഞാൽ തീർന്ന പ്രശ്നങ്ങളേ ഇല്ല. ഓക്കെ, അല്ലാണ്ട് ആണുങ്ങൾ ചെയ്യുന്ന പ്രശ്നങ്ങളല്ല, പെണ്ണുടെ ശത്രുവാണ്, പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഈ വിജയ് സാർ പറയുന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ ഡോക്ടർ ആവാം, എൻജിനീയർ ആവാം, വക്കീലാവാം, ചിലപ്പോൾ പാർട്ടിയിൽ വലിയ നേതാക്കളും ആവാം, വലിയ വലിയ കൊമ്പിലെ ആൾക്കാരാണിട്ടാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയോ നമ്മളുടെ സൊസൈറ്റിയിൽ ചില വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒച്ചകൾ കേൾക്കുമ്പോൾ, അടിക്കന കറയന ഒച്ചകൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ചെവി ബന്ധാക്കി കണ്ണടിച്ച് ഇങ്ങനെ വെറുതെ കാഴ്ചയിൽ നിൽക്കാണ്ട് അവർക്ക് ഒരു സഹായം ചെയ്ത് കൊടുക്കണം. അല്ലാണ്ട് വെറുതെ കാഴ്ച കണ്ട് ഷോ കണ്ട് ഇരിക്കുകയല്ല ചെയ്യുക. ഒരു മുമ്പിൽ 24 പള്ളു കാണിച്ച് ഇന്ന മോന്തായിട്ട് ഇല്ല ഇരിക്കുക. അല്ലാണ്ട് ഇവരുടെ അവിടെ അങ്ങനെ നടന്നു, ഈ കാര്യം മറ്റേ സ്ഥലത്തേക്ക് പോയി പറയുകയല്ല ചെയ്യുക. ഇതൊക്കെ ഇങ്ങനെ തനി ചപ്പ് ചവറായിട്ട് ജീവിക്കാണ്ട് കുറച്ചൊക്കെ പുലി പോലെ ജീവിക്കുക. അതായത് തൊട്ടപ്പുറത്തെ ഒരു ഒച്ച കേട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം അല്ലെങ്കിൽ ആ തള്ളൂട്ടം ആസ്വദിക്കാണ്ട് അവിടെ ചെന്നൊന്ന് ചോദിക്കുക, ഇനി മേലാൽ ഈ വീട്ടിൽ നിന്ന് ഒരു സൗണ്ട് കേട്ട് പോകരുത്. അത്രേ ഉള്ളൂ. നമ്മളുടെ ചുറ്റുള്ള ആൾക്കാരൊന്ന് ഓർമ്മിച്ച് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ തീർന്ന പ്രശ്നങ്ങളല്ലോ. ഇത് ചെയ്യാത്ത കാരണമാണ് ഇപ്പോൾ ഈ വാർത്തയിൽ കാണിക്കുന്ന പോലെ ഈ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തണത്. ഓക്കെ, അപ്പം നമ്മുടെ വിജയ് സാർ എന്താ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും ലീഡറായിട്ടാണ് ജീവിക്കേണ്ടത്. അല്ലാണ്ട് ആളുടെ ഡ്യൂട്ടി അല്ല, ആൾക്ക് എന്തോരം ഡ്യൂട്ടി ഉണ്ട്, നമുക്ക് കുറച്ചൊക്കെ ഡ്യൂട്ടി ചെയ്യണ്ടേ. അല്ലാണ്ട് നമ്മൾ വലിയ നേതാവാണ്, വക്കീലാണ്, ഡോക്ടറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ചോക്കില്ല. തൊട്ടപ്പുറത്ത് സമാധാനം ഇല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അതായത് നമ്മളെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടാവണം അവർക്ക്. അല്ലാണ്ട് നിങ്ങളൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല, നിന്ന് നിങ്ങൾ ജീവിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മുടെ ചുറ്റുള്ള ആൾക്കാർക്ക് എല്ലാവരും സേഫാണോ, ഓക്കെ ആണോ, ഇല്ലെങ്കിൽ അവിടെ ഇടപെടണം. അധികാരം ഇല്ലെന്ന് അവർ പറയുന്നാലും ഇടപെടണം. നിങ്ങൾ ഇടപെടുമ്പോഴാണ് ആ വീട്ടിലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. പ്രശ്നങ്ങൾ കൂടുന്നത് എങ്ങനെയാണ്, നമ്മൾ അത് കേട്ട് നിൽക്കുമ്പോഴാണ് ഇനിയും മെഗാ ഷോകൾ കൂടുതലാവുന്നത്. ഓക്കെ, അപ്പോൾ ഷോകൾ കൂടുതലാവാണ്ട് ഒരു വീട്ടിൽ സമാധാനം, ഒരു വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിൽ ആ സൊസൈറ്റിയിൽ മൊത്തം സമാധാനം ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൺട്രിക്ക് സമാധാനം ഉണ്ടായി എന്താവും, നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യം, അങ്ങോട്ടേക്ക് നമുക്ക് ചിന്തിക്കാനുള്ളൊരു അവസരം നേരെ കിട്ടും. അല്ലെങ്കിൽ ഇതുപോലത്തെ കച്ചറകളുടെ തള്ളൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഉരുകി പോയത്തുള്ളൂ. സോ വനിതാ കമ്മീഷൻ പോലത്തെ ടീമുകൾ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഉറക്കത്തിൽ ഉറങ്ങിയിരിക്കാണ്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് രണ്ടനൊന്ന് ചന്തിക്ക് കൊടുത്തിട്ട് ശരിയാക്ക് തളം മൊട്ടടിക്കുക, ഇങ്ങനെയൊക്കെ കുറച്ച് പാറ്റേണുകൾ കൊണ്ടുപോവാ. ഇപ്പം അവരെ കൊണ്ട് പറ്റണമെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ ഒരു ടീം ഉണ്ടാക്കിയിട്ട് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഈ കുടുംബശ്രീയും മടമശ്രീയും പോലെ ഏതൊരു ടീം നമുക്കും ഉണ്ടാക്കാം അല്ലേ? പെണ്ണുങ്ങൾ ശരിയായ എല്ലാം ശരി, നോട്ട് ദ പോയിന്റ്. അപ്പം പിന്നെ കാണാം.